രഹസ്യം LDF വിടുമെന്ന അഭ്യൂഹം. ജോസ് കെ മാണിയുമായി അനൌദ്യോഗിക ചർച്ച നടത്തി UDF നേതാക്കൾ. LDF വിടേണ്ടെന്ന നിലപാടിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും. തീരുമാനം 16-ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് ജോസ് കെ മാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിസ്മയങ്ങളുണ്ടാകുമെന്ന് VD സതീശൻ. CPM മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ KPCC അധ്യക്ഷനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി കേരളത്തിൽ. ഹൈക്കമാൻഡ് വിളിച്ച കേരള നേതാക്കളുടെ യോഗം 16-ന്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ 2ഇടത്ത് UDF-നും 1ഇടത്ത് LDF-നും ജയം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ. രാഹുലിന്റെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. പാലക്കാട് ഹോട്ടലിൽ നിന്ന് രാഹുലിന്റെ ഒരു മൊബൈൽ കൂടി കണ്ടെത്തി. ലാപ്ടോപ്പ് കണ്ടെത്താനായില്ല. കോടതിയിലെത്തിച്ച രാഹുലിന് നേരെ ചീമുട്ടയെറിഞ്ഞ് പ്രതിഷേധം. ജമ്മുകശ്മീരിലെ കത്വയിൽ കനത്ത ഏറ്റുമുട്ടൽ. സുരക്ഷാ പരിശോധനയ്ക്കിടെ സൈന്യത്തിന് നേരെ ഭീകരർ വെടിവെച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സാഹസത്തിന് മുതിർന്നാൽ കനത്ത തിരിച്ചടി നൽകും. കശ്മീരിൽ ഭീകരരുടെ ശൃംഖല തകർത്തെന്നും പാകിസ്ഥാന്റെ ആണവ ഭീഷണി അവസാനിപ്പിച്ചെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ശബരിമല തന്ത്രി കൈവശം വെച്ചിരുന്ന വാജി വാഹനം പിടിച്ചെടുത്ത SIT. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് പഴയ കൊടിമരത്തിലെ വാജി വാഹനം. ദ്വാരപാലക ശില്പക്കേസിലും കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യാമെന്ന് കൊല്ലം വിജിലൻസ് കോടതി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തിരിതെളിയും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 25 വേദികളിൽ മാറ്റുരയ്ക്കുന്നത് 15,000-ഓളം കൗമാര പ്രതിഭകൾ. ഒരുക്കങ്ങൾ വിലയിരുത്തി മന്ത്രി V ശിവൻകുട്ടി. കലോത്സവ വേദികളിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണവുമായി അമൃത ന്യൂസും. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ഇന്നും നാളെയും തീർത്ഥാടകർക്ക് നിയന്ത്രണം. നാളെ വെർച്വൽ ക്യൂ വഴി 30,000 പേർക്ക് അനുമതി. ശബരിമലയിലെ നെയ്മോഷണം ഞെട്ടലുണ്ടാക്കുന്നതെന്ന് ഹൈക്കോടതി. വിജിലൻസ് അന്വേഷണത്തിന് കോടതി നിർദ്ദേശം. വനിതാ IPL-ൽ ഗുജറാത്തിനെതിരെ മുംബൈക്ക് 193 റൺസ് വിജയലക്ഷ്യം. 2020 ലോകകപ്പിൽ ഇന്ത്യയിൽ കളിക്കില്ലെന്ന് ആവർത്തിച്ച് ബംഗ്ലാദേശ്. തെരുവ് നായശല്യം തടയുന്നതിൽ വീഴ്ച വരുത്തുന്ന സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. ആക്രമണത്തിനിടയാകുന്നവർക്ക് സംസ്ഥാന സർക്കാർ വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരും. നായസ്നേഹികൾക്കെതിരെയും രൂക്ഷ വിമർശനം. സ്റ്റോറി ഓഫ് ദി ഡേ. വീടിന് വെളിച്ചമായി 5ാം ക്ലാസ്സുകാരി.